ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം പെനിയൽ മിഷൻ്റെ വചനോത്സവം കൺവെൻഷനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഓർപ്പിക്കുന്നു. യോഗാധ്യക്ഷൻ വില്യം ഏബ്രഹാം അച്ഛൻ, പെനിയൽ മിഷന് നേതൃത്വം കൊടുക്കുന്ന ജോഷി സീരൻ സാറ്, സാം ഉപദേശി ഡോക്ടർ ടാജ് പോൾ സാറ്, പെനിയൽ മിഷൻ്റെ വിവിധ ഉത്തരവാദിത്വത്തിലിരിക്കുന്ന മിഷണറിമാർ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വന്ന മിഷണറിമാർ, ഇതിൻ്റെ സാമ്പത്തിക പ്രാർത്ഥന സഹകാരികളായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ ഓർപ്പിക്കുന്നു. എൻ്റെ പേര് ഇതിനോടകം നിങ്ങൾക്കറിയാം, അബ്ദുൾ സമദ് എന്നാണ്. ആ പേരിനൊരു ചെറിയ വിശദീകരണം നൽകണമെന്ന് പ്രിയ ജോഷ് സാറിനോട് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ എൻ്റെ സാക്ഷ്യത്തിൻ്റെ ചില വാചകങ്ങൾ ഓർപ്പിച്ചിട്ട് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. എൻ്റെ പേര് നിങ്ങൾക്കറിയാവുന്നതുപോലെ അബ്ദുൾ സമദ് എന്നാണ്. ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ, മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ എടക്കരയിൽ ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എന്നാൽ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയാനുള്ള ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ലഭിച്ചു. അതിന് കാരണമായി തീർന്നത്, ഞാൻ ഈ കർത്താവിനെ അറിയുന്നതിന് മുമ്പ് എൻ്റെ വാപ്പയും ഉമ്മയുമാണ് ഈ യേശുവിനെ ആദ്യമായി അറിയാനായിട്ടിടയായി തീർന്നത്. എൻ്റെ വാപ്പയും ഉമ്മയും ഒക്കെ സാമുപദേശിക്ക് അറിയാം, ഞങ്ങളുടെ ഭവനത്തിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ എന്നോട് പറയാനായിട്ടിടയായി തീർന്നു. എൻ്റെ പിതാവ് ഒരു ദൈവത്തിലും വിശ്വാസമില്ലാതെ ജീവിക്കുന്നതായ ഒരു മനുഷ്യനായിരുന്നു. ഞങ്ങളുടെ ആ പ്രദേശമെല്ലാം നിലമ്പൂർ കോവിലകം ജന്മിമാരുടെ കീഴിലാണ് പണ്ടുണ്ടായിരുന്നത്. അന്ന് കമ്മ്യൂണിസ്റ്റുകാർ കോവിലകം ജന്മിമാരോട് സമരം ചെയ്ത് ഞങ്ങൾ കൊയ്യും വയലെല്ലാം ഞങ്ങളുടേതാകുമെന്ന് പറഞ്ഞ് നേതൃത്വം കൊടുക്കുന്നതായ സമയം ആ പ്രദേശം, ഞങ്ങളുടെ അന്ന് എടക്കര ഭാഗമൊക്കെ പറങ്കിത്തോട്ടങ്ങളും പാടശേഖരങ്ങളും ഒക്കെ കമ്മ്യൂണിസ്റ്റുകാർ പിടിച്ചെടുക്കുന്നതായ കാലഘട്ടം. അങ്ങനെയുള്ള സമരത്തിനൊക്കെ നേതൃത്വം വഹിച്ച് അതിനെ ഒരു മുൻനിരയിൽ നിന്ന എൻ്റെ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു, മഞ്ചേരി സബ് ജയിലിലേക്ക് അയച്ചു. സാധാരണ രാഷ്ട്രീയക്കാർക്ക് രാവിലെ പോയാൽ വൈകുന്നേരം ജാമ്യം ലഭിക്കും. എന്നാൽ സമരത്തിനിടയ്ക്ക് ചില അക്രമ സ്വഭാവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ജാമ്യം ലഭിക്കാൻ താമസിച്ചു. ഏകദേശം 5 മാസം രാഷ്ട്രീയ തടവുകാരനായി മഞ്ചേരി സബ് ജയിലിൽ കഴിഞ്ഞു. തിരികെ വന്നപ്പോൾ എൻ്റെ മാതാവ് പറഞ്ഞു, ഒരു ദൈവത്തിലും വിശ്വാസമില്ലാതെ, ദൈവമില്ലാതെ ജീവിക്കുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള അനർത്ഥങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിപ്പാനായിട്ട് ഇടയായി തീരണം. ഉദ്ദേശിച്ചത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നതായ മതത്തിൽ തന്നെയുള്ള പള്ളിയിൽ പോവുകയും നിസ്കരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് എൻ്റെ മാതാവ് പറഞ്ഞത്. എന്നാൽ എൻ്റെ പിതാവ് പറഞ്ഞു, അങ്ങനെയൊരു ദൈവമില്ല, ഈ ലോകത്തിന് അങ്ങനെയൊരു ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയാനായിട്ടിടയായി തീർന്നു. ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾ 7 മക്കളാണ്. ഞാനാണ് ഏറ്റവും ഇളയ ആള്, 7ാമത്തെ ആള്. ഈ 7 കുഞ്ഞുങ്ങൾ ഉണ്ടായത് എൻ്റെ പിതാവിനും മാതാവിനും ഒരു പെൺകുഞ്ഞുണ്ടാകണമെന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ആദ്യത്തെ 1, 2, 3, 4, 5 ഈ ക്രമത്തിലെല്ലാം ആൺകുട്ടികളായിരുന്നു. 6ാമതൊരു പെൺകുഞ്ഞിനെ ലഭിച്ചപ്പോൾ വലിയ സന്തോഷമായി. 7ാമത് വീണ്ടും പെൺകുഞ്ഞിനായി ശ്രമിച്ചു കാണും. ഞാനാണ് 7ാമത് വന്നത്. അപ്പോൾ ഈ 7 കുഞ്ഞുങ്ങളുടെ ഇടയിൽ ലഭിച്ചതായ പെൺകുഞ്ഞിന്, എൻ്റെ സഹോദരിക്ക് അക്കാലത്ത് മഞ്ഞപ്പിത്തം വന്നു. മഞ്ഞപ്പിത്തം വന്ന് അത് കണ്ടുപിടിക്കാൻ താമസിച്ചു. കണ്ടുപിടിച്ചപ്പോഴത്തേക്കും നാട്ടുവൈദ്യമൊക്കെ കൊടുത്തു. പക്ഷേ അത് ഫലവത്തായില്ല. അത് കരളിനെ ബാധിച്ചു. അവിടെ എടക്കരയിലുള്ളൊരു കൊച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അന്ന് ആ സൗകര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം കഴിഞ്ഞെങ്കിലും മെഡിസിനോടൊന്നും റെസ്പോണ്ട് ചെയ്യാത്തതായ വിധമായി അത് കരളിനെ ബാധിച്ച് ആകെ പ്രയാസമായി. ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം. എന്നാൽ വലിയ പ്രയാസമാണ്, അത്രയും ദൂരം കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലമാണല്ലോ. അതുകൊണ്ട് തന്നെ ആംബുലൻസ് സൗകര്യത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതൊരു വലിയ പ്രയാസമായി. ആ വാർത്ത അറിഞ്ഞ് ഞങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്നതായ എവറി ഹോം ക്രൂസൈഡിൻ്റെ മിഷണറിമാർ ആ ഹോസ്പിറ്റലിൽ അന്ന് ഓരോ വാർഡും സന്ദർശിച്ച് ലഘുലേഖകൾ കൊടുക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തിപരമായി പറയുകയും ചെയ്തു. അതിലൊരു മിഷണറി എൻ്റെ സഹോദരി കിടക്കുന്നതായ വാർഡിൽ വന്ന് എൻ്റെ പിതാവിനോട്, എൻ്റെ വാപ്പയോട് യേശു ക്രിസ്തുവിനെ കുറിച്ച് അല്പസമയം പങ്കുവച്ചു. എന്നിട്ട് പറഞ്ഞു, യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു. മിസ്റ്റർ മൊയ്തീൻ, നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നതായ യേശുവിന് നിങ്ങളുടെ മകളെ സൗഖ്യമാക്കുവാനായിട്ട് കഴിയും.
എൻ്റെ പിതാവ് അന്ന് എങ്ങനെയെങ്കിലും ഈ കുഞ്ഞ് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് അവരോട് പറഞ്ഞു, പ്രാർത്ഥിച്ചോളാനായിട്ട് പറഞ്ഞു. അവർ എൻ്റെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ലഘുലേഖയൊക്കെ കൊടുത്ത് സുവിശേഷം പറഞ്ഞിട്ട് അവർ പോയി. അല്പം കഴിഞ്ഞപ്പോഴേക്കും കണ്ണു തുറന്നു, വെള്ളം ആവശ്യപ്പെട്ടു. ഡോക്ടറോട് ചോദിച്ചപ്പോൾ വെള്ളം കൊടുക്കാനായിട്ട് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ചില മാറ്റമൊക്കെ വരുന്നുണ്ട്, കോഴിക്കോടേക്ക് കൊണ്ടുപോകണ്ട. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് വാങ്ങി സൗഖ്യം പ്രാപിച്ച് വീട്ടിലേക്ക് കടന്നു പോകാനായിട്ടിടയായി തീർന്നു. ഇത് എൻ്റെ പിതാവിൻ്റെ ജീവിതത്തിൽ ഒരു സ്പാർക്ക് നൽകി. കർത്താവായ യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു. ആ സന്ദേശം തൻ്റെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞു. അന്ന് അവർ കൊടുത്തതായ ട്രാക്റ്റ് വീടിൻ്റെ ഉത്തരത്തിൽ കൊണ്ട് കുത്തിവെച്ചിരുന്നു. അത് മടക്കിയെടുത്ത് വായിക്കാനായിട്ട് ആരംഭിച്ചു. അതിൻ്റെ പുറകിൽ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന വിലാസത്തിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞ് കോട്ടയം ഓഫീസിൻ്റെ അഡ്രസ്സ് ഉണ്ടായിരുന്നു. അതിലേക്ക് പോസ്റ്റ് കാർഡ് ഇട്ടു. അവിടെ നിന്ന് ലെറ്ററുകളും സുവിശേഷ പ്രസിദ്ധീകരണങ്ങളും വരാൻ തുടങ്ങി. അത് വായിക്കാൻ ആരംഭിച്ചു. രഹസ്യമായി അവിടെ ഉണ്ടായിരുന്ന ഒരു സുവിശേഷകരുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ച് എൻ്റെ വാപ്പയോട് സംസാരിച്ചു. അദ്ദേഹം മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെടാനായിട്ടിടയായി തീർന്നു. ഒരു പൂർണ്ണ സമയ സുവിശേഷകനായി മാറ്റപ്പെടാനായിട്ടിടയായി തീർന്നു. എൻ്റെ മാതാവ് ആദ്യമൊക്കെ ഇതിനെ എതിർത്തു. ആദ്യം ദൈവത്തിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞ് മാതാവ് പറഞ്ഞു, ഇങ്ങനെയൊരു വിശ്വാസത്തിന്റെ പുറകെയല്ല ഞാൻ വന്നത്. ആദ്യം അവരൊക്കെ പിണങ്ങി. പക്ഷേ എൻ്റെ പിതാവ് കർത്താവിനെ അറിഞ്ഞപ്പോൾ തൻ്റെ രാഷ്ട്രീയ ഗുണ്ടായിസം അവസാനിച്ചു, മദ്യപാനം അവസാനിച്ചു, പുകവലി അവസാനിച്ചു. താനൊരു വ്യത്യസ്തനായി തീർന്നു. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, സകലവും പുതുതായി തീർന്നിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ എൻ്റെ പിതാവിൻ്റെ ജീവിതത്തിൽ മാറ്റം കണ്ട് അല്പനാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവ് ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. പിന്നീട് അവർ രണ്ടുപേരും ദൈവത്തെ ആരാധിപ്പാനായിട്ട് അവിടെ പള്ളിയിൽ പോകാനും ദൈവത്തെ സ്തുതിക്കാനും ഇടയായി തീർന്നു. ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ പ്രായമാണ്. എൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളൊക്കെ ഈ സംഭവം ഉണ്ടായപ്പോൾ അയൽവാസികളെല്ലാം എതിർത്തു, ബന്ധുക്കളെല്ലാം അകന്നു. അടുത്ത വീട്ടിൽ നിന്ന് വെള്ളം കോരാനായിട്ട് സമ്മതിക്കില്ല, വധഭീഷണിയായി. രാത്രികാലങ്ങളിൽ ഞങ്ങളുടെ വീടിൻ്റെ ഓടിന് മുകളിലേക്ക് കല്ല് വലിച്ചെറിഞ്ഞ് ആളുകൾ ഓടാനായിട്ട് ആരംഭിച്ചു. പുതിയ പേരൊക്കെ ലഭിച്ചു, മത്തായി എന്നും മേരി എന്നും ഒക്കെ എൻ്റെ പിതാവിനും മാതാവിനെയും ആളുകൾ പരിഹസിച്ച് വിളിക്കാനായിട്ടിടയായി തീർന്നു. ഈ പരിഹാസത്തിന്റെ സ്വരം കേട്ടുകൊണ്ടാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ മാർഗത്തെ പൂർണ്ണമായിട്ടും വെറുക്കാനായിട്ടിടയായി തീർന്നു. എൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളൊക്കെ ജോലിക്കും പഠനത്തിനുമായി വീട് വിട്ടുപോയി. ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ പ്രായമാണല്ലോ, ഞാൻ എൻ്റെ ഭവനത്തിൽ തന്നെ ആയിരുന്നു. പല സുവിശേഷകരും അച്ഛന്മാരും എല്ലാം വീട്ടിൽ വരുമ്പോൾ എന്നോടും യേശു ക്രിസ്തുവിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അതിനെയൊന്നും ഗണ്യമാക്കിയില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ് ചുങ്കത്ര സ്കൂളിൽ നിന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് ചുങ്കത്ര മാർത്തോമ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവിടെ ക്യാമ്പസ് ക്രൂസൈഡിന്റെ ഒരു യൂണിറ്റ് ഉണ്ട്. അതിലെ പ്രവർത്തകർ വന്ന് എന്നോട് യേശു ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ആരംഭിച്ചു. അവര് വെള്ളിയാഴ്ച ലെഷർ ടൈമിൽ അവിടെ ചാപ്പലിൽ വെച്ച് അവരുടെ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിന് എന്നെ ക്ഷണിക്കും. ഞാൻ ഒരിക്കലും എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ വെള്ളിയാഴ്ച ഉച്ചയാകുമ്പോൾ ഞാൻ ക്യാമ്പസിൽ നിന്ന് മുങ്ങും. അവരുടെ മുന്നിൽപ്പെട്ടാൽ അവരെന്നെ നിർബന്ധിച്ച് ആ ഗ്രൂപ്പിന് കൊണ്ടുപോകും. എന്നാൽ 1-2 പ്രാവശ്യം ഞാൻ ആ ഗ്രൂപ്പിൽ പങ്കെടുത്തു. പ്രീ ഡിഗ്രി 2ാം വർഷം പരീക്ഷ കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ആ ക്യാമ്പസ് സൊസൈറ്റിയിലെ പ്രവർത്തകൻ എന്നോട് പറഞ്ഞു, ഈ വെക്കേഷൻ സമയത്ത് ഇവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഞങ്ങൾ 3 ദിവസത്തെ യൂത്ത് ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്, സമതാ മീറ്റിങ്ങിന് വരണം. ഞങ്ങളുടെ 1-2 മീറ്റിങ്ങിനൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഞാൻ അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം ശല്യം ഒഴിവാക്കാനായിട്ട് പറഞ്ഞു, സാറേ വരാമെന്ന് പറഞ്ഞു. ഒരിക്കലും പോകാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ ഒഴിവാക്കണമെങ്കിൽ വരാമെന്ന് പറഞ്ഞാലേ സാധിക്കുകയുള്ളൂ. ഞാൻ ആ ഡേറ്റേ മറന്നു. ഒരു ദിവസം വാഹനവുമായി അദ്ദേഹം വീട്ടിൽ വന്നു. എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് ആ യൂത്ത് ക്യാമ്പ് ഇന്നാണ് തുടങ്ങുന്നത്. എന്നോട് വാക്ക് പറഞ്ഞിരുന്നല്ലോ ആ മീറ്റിങ്ങിൽ വരാമെന്ന്. ഞാൻ പെട്ടുപോയി. ഡേറ്റ് ഓർത്തിരുന്നെങ്കിൽ അന്ന് രാവിലെ അദ്ദേഹം വരുന്നതിന് മുമ്പ് ഞാൻ ആ വീട്ടിൽ നിന്ന് മുങ്ങുമായിരുന്നു. പക്ഷേ ഞാൻ പെട്ടുപോയി. അദ്ദേഹത്തോടു കൂടെ ഞാൻ ആ മീറ്റിങ്ങിന് കടന്നുപോയി. ആദ്യത്തെ ദിവസം ദൈവവചനം സംസാരിച്ച ദൈവദാസന്മാരുടെ ദൈവവചന പ്രഘോഷണങ്ങളെല്ലാം എന്നെ ആകർഷിക്കാനായിട്ടിടയായി. ഹാർട്ട് ബീറ്റ്സിന്റെ മനോഹരമായ ഗാനങ്ങൾ. 2ാമത്തെ ദിവസവും ഞാൻ ആ മീറ്റിംഗിൽ പങ്കെടുത്തു. 3ാമത്തെ ദിവസവും ഞാൻ ആ മീറ്റിംഗിൽ പങ്കെടുത്തു. അവസാന സെഷനിൽ ഒരു ഓൾട്ടർ കോളോട് കൂടിയാണ് ആ മീറ്റിംഗ് അവസാനിച്ചത്. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയായിരിക്കും? ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയായിരിക്കും? കഴിഞ്ഞ 3 ദിവസം കേട്ട ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അനേക വിദ്യാർത്ഥികൾ മുന്നോട്ട് വന്ന് ആ ഓൾട്ടർ കോൾ സ്വീകരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിച്ച് അവിടെ നിന്ന് കടന്നുപോയി. എനിക്കൊരിക്കലും ഒരു ക്രിസ്ത്യാനിയാകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ആ ചോദ്യം എന്നെ അലട്ടിയെങ്കിലും, അവിടെ പറഞ്ഞ ദൈവവചനം എന്നെ ആകർഷിച്ചുവെങ്കിലും ഞാൻ കർത്താവിനെ സ്വീകരിക്കാതെ തന്നെ എൻ്റെ ഭവനത്തിലേക്ക് പോയി. പക്ഷേ എനിക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ല. ആ ചോദ്യം എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഇന്ന് നീ മരിച്ചാൽ
നിന്റെ നിത്യത എവിടെയായിരിക്കും? അതിനൊരു ഉത്തരം ലഭിക്കണം. ഞാൻ എന്നെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദിനോട് ചോദിച്ചു, എങ്ങനെയാണ് മരണത്തിന് ശേഷം സ്വർഗത്തിലെത്താനായിട്ട് സാധിക്കുന്നത്? ഉസ്താദ് പറഞ്ഞു, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം, ശക്കാത്ത് കൊടുക്കണം, ഹജ്ജ് അനുഷ്ഠിക്കണം, 5 നേരം നിസ്കരിക്കണം, ലാസ്റ്റ് ഖിയാമത്ത് നാളിൽ അള്ളാഹു തൂക്കി നോക്കും, നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകാൻ സാധിക്കും, അല്ല എങ്കിൽ നരകത്തിൽ പോകേണ്ടതായിട്ട് വരും. അദ്ദേഹം എനിക്ക് ഒരു മലയാളം ഖുർആൻ വായിക്കാനായിട്ട് തന്നു. അത് ഞാൻ വായിച്ചുകൊണ്ടേയിരുന്നു. അതോടൊപ്പം തന്നെ ക്യാമ്പസ് ക്രൂസേഡിലെ ആ പ്രവർത്തകനെ ഞാൻ സമീപിച്ചു. അദ്ദേഹവുമായി ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. അദ്ദേഹം എനിക്ക് പല പ്രാവശ്യം സുവിശേഷം പറഞ്ഞു തന്നു. എന്നിട്ട് എനിക്കൊരു ശാന്തി മാർഗം എന്ന് പറയുന്ന ഒരു ബുക്ക്ലെറ്റ് അദ്ദേഹം തന്നു. ആ ശാന്തിമാർഗം എന്ന് പറയുന്നത് യോഹന്നാൻ സുവിശേഷം 21 അധ്യായങ്ങൾ മാത്രം അടങ്ങുന്നതായ ബൈബിൾ സൊസൈറ്റിയുടെ ഒരു പുസ്തകമാണ്. എന്നോട് പറഞ്ഞു, ഇത് അല്പമായിട്ട് വായിച്ച് പഠിക്കാനായിട്ട് പറഞ്ഞു. ആ യോഹന്നാൻ സുവിശേഷം വായിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു പ്രസ്താവന എന്നെ ചിന്തിപ്പിച്ചു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. എന്നിലൂടെയാണ് ഒരുവൻ സ്വർഗത്തിലെത്താനായിട്ട് ഇടയായിത്തീരുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന് ഇത്ര ധൈര്യമായിട്ട് എങ്ങനെ പറയാനായിട്ട് സാധിക്കുന്നു? ഞാൻ അതിനെ പിന്തുടർന്ന് ദൈവവചനം പഠിക്കാനായിട്ട് ആരംഭിച്ചു. കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപത്തിന് പരിഹാരമായി സ്വർഗം വിട്ട് താണിറങ്ങി വന്ന് എനിക്ക് പകരക്കാരനായി കാൽവറി ക്രൂശിൽ മരിച്ചത് കൊണ്ടാണ് കർത്താവിന് പറയാനായിട്ട് സാധിക്കുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെയാണ് ഒരുവൻ സ്വർഗത്തിലെത്താനായിട്ട് ഇടയായിത്തീരുന്നത്. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. ദൈവവചന പഠനത്തിനായി ചില നാളുകൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇടയായി തീർന്നു. ഇപ്പോൾ കഴിഞ്ഞ 35 വർഷമായിട്ട് കർത്താവിൻ്റെ വേലയിൽ ഓപ്പറേഷൻ മൊബിലൈസേഷനിലും എവരി ഹോം ക്രൂസൈഡിലുമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്തു വരുന്നു. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും എൻ്റെ ഭവനത്തിൽ എൻ്റെ വാപ്പയും ഉമ്മയും ഞങ്ങൾ 7 മക്കളിൽ അവസാനത്തെ 4 പേര് ഈ ക്രിസ്തീയ വിശ്വാസത്തിലാണ്, ഈ സുവിശേഷകരാണ്. വിവിധ സംഘടനകളിൽ കർത്താവിൻ്റെ വേല ചെയ്തു വരുന്നു. ഇന്നെൻ്റെ പിതാവും മാതാവും ജീവിച്ചിരിപ്പില്ല. അവർ കർത്താവിൻ്റെ വേല ചെയ്ത് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞാൻ ഇത്രയും പേരുടെ സാക്ഷ്യം വളരെ വേഗത്തിൽ ചില മിനിറ്റുകൾ എടുത്ത് പറഞ്ഞുവെങ്കിലും അത്ര എളുപ്പമായിരുന്നില്ല. ഒത്തിരി വധഭീഷണികൾ, ഒത്തിരി കല്ലേറുകൾ, ഉപദ്രവങ്ങൾ, പരിഹാസങ്ങൾ, പുതിയ പേരുകൾ എല്ലാം വിളിച്ച് പരിഹാസത്തിന്റെ നാളുകളിലൂടെയാണ് കടന്നുപോയത്. എങ്കിലും കർത്താവിൽ വിശ്വസിപ്പാനും ഈ കൃപയിൽ ജീവിപ്പാനുമുള്ള മഹൽ ഭാഗ്യം കർത്താവ് ഞങ്ങൾക്ക് നൽകി തരാനായിട്ടിടയായി തീർന്നു. ബാക്കിയുള്ള സഹോദരങ്ങളും ഈ കൃപയിലേക്ക് കടന്നു വരേണ്ടതിന് ഞങ്ങളോട് ചേർന്ന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നിന്നൊരു ഭാഗം നമുക്ക് വായിക്കാം. പത്രോസ് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ. 2 പത്രോസ് 1-ാം അധ്യായം 10-11 വാക്യങ്ങൾ. 2 പത്രോസ് 1-ാം അധ്യായം 10-11 വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അപ്പോസ്തലനായ പത്രോസ് ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. എൻ്റെയും നിങ്ങളുടെയും എല്ലാ ക്രിസ്തീയ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? കർത്താവിന്റെ രാജ്യത്തിന് അവകാശിയായി തീരുക, അല്ലേ? അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുക എന്നുള്ളതാണ്. അപ്പോസ്തലനായ പത്രോസിലൂടെ 2 ലേഖനങ്ങൾ നമുക്ക് ലഭിക്കുന്നു. 1-ാമത്തെ ലേഖനം മുഴുവൻ കർത്താവിനായി കഷ്ടം സഹിക്കേണ്ടതിന്റെ പ്രാധാന്യതയെക്കുറിച്ചാണ് പത്രോസ് 5 അധ്യായങ്ങളിലൂടെ സംസാരിച്ചത്. 2-ാം ലേഖനം മുഴുവൻ കൂടുതൽ കാര്യങ്ങളും കർത്താവിന്റെ വരവിനെ കുറിച്ചാണ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. പ്രത്യേകിച്ച് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 9-10 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 9-10 ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ചിട്ട് അവൻ ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ, അല്ലെ? കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. കർത്താവ് വരുവാനായിട്ട് പോകുന്നു. 1-ാം നൂറ്റാണ്ടിൽ തന്നെ അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞതായ ഒരു വലിയ സത്യമാണ്. അതിനുവേണ്ടി 2-ാം ലേഖനത്തിന്റെ 3 അധ്യായങ്ങളും അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ വായിച്ചതായ വാക്യത്തിലും 11-ാം വാക്യത്തിൽ പറഞ്ഞു, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ
നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. എങ്ങനെ ചെയ്താലാണ് 1-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെ എങ്ങനെയുള്ളവർക്കാണ് അവൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് പത്രോസ് വിവരിക്കാനായിട്ടിടയായി തീർന്നു. നമുക്കതിൻ്റെ 1-ാം വാക്യം നോക്കാം. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ഇതാർക്കായി ഈ ലേഖനം എഴുതുന്നത്? യേശു ക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. അപ്പോൾ ഒന്നാമത് ഈ ക്രിസ്തീയ വിശ്വാസത്തെ കുറിച്ച് പത്രോസ് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് പ്രഷ്യസ് ഫെയ്ത്ത്, അല്ലെ? വിലയേറിയ വിശ്വാസം. ക്രിസ്തീയ വിശ്വാസത്തെ കുറിച്ച് അപ്പോസ്തലൻ പറയാനായിട്ടിടയായിത്തീരുന്നത് ഇത് വിലയേറിയ വിശ്വാസമാണ്. അതെന്തുകൊണ്ടാണ് പറയാനായിട്ടിടയായിത്തീരുന്നത്? 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളോട് പ്രസംഗിച്ചത് നിർമ്മിത കഥകളെ കൊണ്ടല്ല, അല്ലേ? നമ്മൾ വസിക്കുന്നതായ രാജ്യത്ത് അനേക നിർമ്മിത കഥകളുടെ മധ്യയാണ് നമ്മൾ വസിക്കുന്നത്. ഇവിടെ പത്രോസ് അക്കാലത്ത് തന്നെ വിളിച്ചു പറയാനായിട്ടിടയായി തീർന്നു, ഞങ്ങൾ യേശു ക്രിസ്തുവിനെ സാക്ഷിക്കുന്നത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, പിന്നെയോ അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടാണ്. ഇത് വിലയേറിയ വിശ്വാസം. പത്രോസ് വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു നിമിഷം ചിന്തിക്കും. കാരണം സുവിശേഷ ഭാഗങ്ങളിൽ പത്രോസിന്റെ വിശ്വാസം നമ്മൾ കാണുന്നത് തള്ളി പറയുന്ന വിശ്വാസത്തെയും മുങ്ങിപ്പോകുന്ന വിശ്വാസത്തെയും ഒക്കെ നമ്മൾ കാണാനായിട്ടിടയായിത്തീരുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. എന്നിട്ടും യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ, അല്ലേ, സുവിശേഷങ്ങളുടെ അവസാന ഭാഗം അതാണല്ലോ. 21-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, യോഹന്നാൻ 21:3, പത്രോസ് എന്താ പറയുന്നത്? ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. കർത്താവ് ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, അടഞ്ഞ മാളിക മുറിയിൽ അവർക്ക് പ്രത്യക്ഷനായി, തന്റെ കയ്യും വിലാപ്പുറവും എല്ലാം അവരെ കാണിച്ചു, അവരെ ഉറപ്പുവരുത്തി. എന്നിട്ടും 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പത്രോസ് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. പിണങ്ങി, അല്ലേ? കൂടെയുള്ള ശിഷ്യന്മാർ ഒട്ടും മോശക്കാരല്ല. അവരെന്ത് ചെയ്തു? അവരൊരു കോറസ് പോലെ പറഞ്ഞു, ഞങ്ങളും പോരുന്നു എന്ന് പറഞ്ഞ് അന്ന് രാത്രി അവർ കർത്താവിനെ വിട്ട് പഴയ പടകും വലയും എടുത്ത് ആ തിബരിയാസ് കടലിലേക്ക്, ഗലീല കടലിലേക്ക് ഇറങ്ങി മീൻപിടുത്തം ആരംഭിച്ചു. നമ്മളവിടെ വായിക്കുന്നത് ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. 4-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ ആ രാത്രിയിൽ അവരൊന്നും പിടിച്ചില്ല, അല്ലേ? കർത്താവിനെ കൂടാതെ അവരിറങ്ങി പുറപ്പെട്ടുവെങ്കിലും അവർക്ക് ആ രാത്രിയിൽ ഒന്നും ലഭിച്ചില്ല. 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് അവർക്കൊരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നൽകി. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നൽകിയിട്ട് പത്രോസിനോട് വ്യക്തിപരമായി ഒരു ചോദ്യം ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. യോഹന്നാൻ 21:15 എന്താ ചോദിക്കുന്നത്? യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞു, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. കർത്താവ് വിട്ടില്ല. ആ ചോദ്യത്തെ മറ്റൊരു രൂപത്തിൽ 16-ാം വാക്യത്തിൽ വീണ്ടും കർത്താവ് ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് വീണ്ടും പറഞ്ഞു, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. കർത്താവ് വീണ്ടും വിട്ടില്ല. 17-ാം വാക്യത്തിൽ പത്രോസിനോട് വീണ്ടും ചോദിച്ചു. എന്താ ചോദിക്കുന്നത്? യോഹന്നാന്റെ മകനായ ശിമോനെ, എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. അവിടെ നമ്മൾ വായിക്കുകയാണ്, പത്രോസ് ദുഃഖിച്ചു. അവൻ 3-ാമതും ചോദിക്കയിൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു. തൻ്റെ ജീവിതം കർത്താവിൻ്റെ സന്നിധിയിൽ പത്രോസ് സമർപ്പിച്ചു. തൻ്റെ പരാജയങ്ങൾ, തൻ്റെ വീഴ്ചകൾ, താന് പിന്മാറിപ്പോയത്, തൻ്റെ സംശയങ്ങൾ എല്ലാം കർത്താവ് മനസ്സിലാക്കി എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കാൽക്കൽ തന്നെ സമർപ്പിച്ച് പത്രോസ് പറയാണ്, കർത്താവേ, നീ സകലവും അറിയുന്നു. കർത്താവ് ഒരു വലിയ മിഷൻ പത്രോസിനെ ഏൽപ്പിച്ചു, എൻ്റെ ആടുകളെ മേയിക്കാം. പിന്നീട് നമുക്ക് ഏത് പുസ്തകമാണ് പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നത് പത്രോസിനെ തന്നെയാണ്. പക്ഷേ സുവിശേഷ ഭാഗങ്ങളിൽ കാണുന്നത് പോലെ സംശയക്കാരനായ പത്രോസിനെയല്ല, തള്ളി പറയുന്ന പത്രോസിനെയല്ല, പേടിയുള്ള ഭയമുള്ള പത്രോസിനെയല്ല. 1-ാം അധ്യായത്തിൽ തന്നെ, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് പത്രോസിനെ കാണാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയുള്ള പത്രോസിനെയാണ്? 120 പേരുള്ള സംഘത്തിന് നടുവിൽ, 1-ാം അധ്യായം 15-ാം വാക്യം, അല്ലേ? 120 പേരുള്ള സംഘത്തിന് നടുവിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ സാക്ഷിക്കുന്ന പത്രോസ്. 2-ാം അധ്യായത്തിന്റെ 41-ാം വാക്യത്തിൽ ഒരൊറ്റ പ്രസംഗം കൊണ്ട് 3000 പേരെ രക്ഷയിലേക്ക്, സ്നാനത്തിലേക്ക് നയിക്കുന്നതായ പത്രോസ്.
3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ ഇരിക്കുന്ന മുടന്തനെ സൗഖ്യമാക്കുന്നതായ പത്രോസ്. ആ പത്രോസാണ് ഇവിടെ പറയുന്നത് ഈ വിശ്വാസം എങ്ങനെയുള്ള വിശ്വാസമാണ്? ഇത് വിലയേറിയ വിശ്വാസം. ഇറ്റ്സ് എ പ്രഷ്യസ് ഫെയ്ത്ത്. ഇന്ന് രാത്രികാലം ഈ വചനോത്സവത്തിൽ പങ്കെടുക്കുന്നതായ എല്ലാ ദൈവജനത്തിനും മനസ്സിലാകുവാനായിട്ടിടയായിത്തീരട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള എൻ്റെ വിശ്വാസം വിലയേറിയതാണ്. അത് വിലയേറിയതാണ്. അതെന്നെ നിത്യതയോളം കൊണ്ടെത്തിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നതാണ്. ഈ കർത്താവ് ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞതായ കർത്താവ് എൻ്റെ ആവശ്യങ്ങൾക്ക് മതിയായ കർത്താവ്, എൻ്റെ രോഗങ്ങൾക്ക് മതിയായ കർത്താവ്, എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ മതിയായവനായ കർത്താവാണ്. അതുകൊണ്ട് ഇത് വിലയേറിയ വിശ്വാസം. ഇന്ന് രാത്രികാലം ഈ വിശ്വാസത്തിന്റെ വില നമുക്ക് തിരിച്ചറിയുവാനായിട്ട്, കർത്താവേ ഇത് വിലയേറിയ വിശ്വാസമാണെന്നും ഇത് ഈ ലോകത്തിൽ മാത്രമല്ല എന്നെ കർത്താവേ നിത്യത വരെയും കൊണ്ടെത്തിക്കുന്നതാണെന്ന് തിരിച്ചറിയുവാൻ നീ എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണല്ലോ, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരാണല്ലോ. നമ്മുടെ വിശ്വാസത്തിന്റെ നിലവാരം എങ്ങനെ ഇരിക്കുന്നു? ഒരാഴമേറിയ വിശ്വാസത്തോടു കൂടിയാണോ നമ്മളായിരിക്കുന്നത്? ഹെലൻ റോസ്വെയർ എന്ന് പറയുന്നതായ ഒരു ദൈവദാസിയുടെ ഒരു ഓട്ടോബയോഗ്രഫി വായിക്കുകയാണെങ്കിൽ ആ പുസ്തകത്തിന്റെ പേര് ഗിവ് മീ ദ മൗണ്ടൻ എന്ന് പറയുന്ന പുസ്തകം. ഇന്ന് നിങ്ങൾക്കത് ആമസോണിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ആ പുസ്തകം കഴിയുന്ന എല്ലാവർക്കും അത് വായിച്ചു നോക്കാം. അവരുടെ ഓട്ടോബയോഗ്രഫിയാണ്. അതിൻ്റെ ഒരു അനുഭവ സാക്ഷ്യം അവർ പറയുന്നുണ്ട്. ഹെലൻ റോസ്വെയർ ഒരു ഡോക്ടർ ആയിരുന്നു. അവർ ഇംഗ്ലണ്ടിൽ ഗൈനക്കോളജി ഡിഗ്രി ഒക്കെ എടുത്ത് ഒരു ഡോക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുമ്പോൾ കർത്താവ് തൻ്റെ വേലയ്ക്കായിട്ട് ഹെലൻ റോസ്വെയറെ വിളിച്ചു. അവരെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് വേർതിരിഞ്ഞു. അവരെ കർത്താവ് കാണിച്ചു. കോങ്കോ എന്ന് പറയുന്ന ദേശത്ത് പോയി കർത്താവിൻ്റെ വേല ചെയ്യാനായിട്ട് അവരെ വിളിച്ചു. അവര് ആ കോങ്കോയിൽ പോയി അവിടെ പാവപ്പെട്ടതായ ഗ്രാമീണരുടെ ഇടയിൽ വളരെ കഷ്ടപ്പെട്ട് കർത്താവിന് വേല ചെയ്യാൻ, ഇംഗ്ലണ്ട് പോലെ സുഖസൗകര്യമുള്ള ഒരു രാജ്യത്ത് നിന്ന് കർത്താവിന് വേലയ്ക്കായിട്ട് കോങ്കോ എന്ന് പറയുന്ന പട്ടിണി പാവങ്ങളുടെ നാട്ടിൽ വന്ന് അവിടെ ഒരു നല്ല വീട് കിട്ടാനില്ല, ഒരു മഡ് ഹൗസാണ് അവർക്ക് ലഭിച്ചത്. ആ മഡ് ഹൗസിൽ താമസിച്ചുകൊണ്ട് അവർ കർത്താവിൻ്റെ വേല ചെയ്യാനായിട്ട് ആരംഭിച്ചു. അവർ ഡോക്ടർ ആയതുകൊണ്ട് അവരൊരു ക്ലിനിക്ക് തുടങ്ങി. ആ ക്ലിനിക്കിൽ വരുന്നതായ രോഗികൾ പ്രസവം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ ഡോക്ടറുടെ ക്ലിനിക്കിൽ ഉപേക്ഷിച്ചിട്ട് കടന്നു പോകാൻ ആരംഭിച്ചു. അവരുടെ ക്ലിനിക്ക് അല്പം വളരുവാനായിട്ട് ആരംഭിച്ചു. അതൊരു വലിയ മിഷൻ ആശുപത്രിയായിട്ട് മാറി. നാളുകൾ കഴിഞ്ഞു. ആ മിഷൻ ആശുപത്രിയിൽ വന്ന് ജനിക്കുന്നതായ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ മിഷൻ ആശുപത്രിയോട് ചേർന്ന് തന്നെ അവരൊരു ഓർഫനേജ് ആരംഭിച്ചു. കുറേ കുട്ടികൾ ആ ഓർഫനേജിൽ വളരാനായിട്ട് തുടങ്ങി. ഒരു ദിവസം അവരുടെ മിഷൻ ഹോസ്പിറ്റലിൽ, ഹെലൻ റോസ്വെയറുടെ മിഷൻ ഹോസ്പിറ്റലിൽ ഒരു സ്ത്രീ പ്രിമച്വറായിട്ട് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ആധുനിക സൗകര്യങ്ങളൊക്കെ കൊടുക്കാൻ ഇന്ന് ഒത്തിരി മിഷനുകളൊക്കെ ഉണ്ട് അല്ലേ, അതിന് സൗകര്യങ്ങളുണ്ട്. എന്നാൽ ആ കാലത്ത് അതിനൊന്നും സൗകര്യമില്ലാതിരുന്ന കാലം അവര് ഇംഗ്ലണ്ടിൽ നിന്ന് ഈ കോങ്കോയിലേക്ക് വന്ന സമയത്ത് ഒരു ഹോട്ട് വാട്ടർ ബാഗ് കൊണ്ടുവന്നിരുന്നു. ആ ഹോട്ട് വാട്ടർ ബാഗിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊണ്ടുവരാനായിട്ട്, അതിൽ പൊതിഞ്ഞ് കുഞ്ഞിനെ സംരക്ഷിക്കാൻ അതിൽ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കൊണ്ടുവരാൻ നേഴ്സിനോട് പറഞ്ഞു. നേഴ്സ് പോയി ആ ഹോട്ട് വാട്ടർ ബാഗ് എടുത്ത് അതിൽ ചൂടുവെള്ളം ഒഴിച്ചപ്പോൾ അത് ദ്രവിച്ചിരിക്കുന്നു, അത് ഓട്ട വീണു, അത് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. ഹെലൻ റോസ്വെയറുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഡോക്ടറെ അത് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല, അതിന് തുള വീണിട്ടുണ്ട്, ചൂടുവെള്ളം ലീക്കാകുന്നു. അവർക്കത് വലിയ ഭാരമായി. ഈ കുഞ്ഞിനെ സംരക്ഷിക്കണമെങ്കിൽ ഒരു ഹോട്ട് വാട്ടർ ബാഗ് വേണം. അവരുടെ ഗിവ് മീ ദ മൗണ്ടൻ എന്ന് പറയുന്ന അവരുടെ ഓട്ടോബയോഗ്രഫിയിൽ പറഞ്ഞിരിക്കുന്നതായ സാക്ഷ്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അവരോടി ആ അനാഥശാലയിലെ കുഞ്ഞുങ്ങളെ വിളിച്ചു, അവരോട് കൂടിയിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. എന്നിട്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, അതിനെ ജീവനോടെ രക്ഷിക്കാനായിട്ട് നമുക്കൊരു ഹോട്ട് വാട്ടർ ബാഗ് വേണം, നാളെ ലഭിക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥിക്കാം, നമ്മുടെ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് കഴിയും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി ഓടി വന്നു, പ്രാർത്ഥന ആരംഭിച്ചു. കർത്താവേ, ഞങ്ങളുടെ ആ ഹോസ്പിറ്റലിൽ ജനിച്ച ആ കുഞ്ഞിനായി സ്തോത്രം, ഞങ്ങളുടെ ഡോക്ടർ ആൻറ്റിക്കായിട്ട് സ്തോത്രം. കർത്താവേ, നീ ഒരു ഹോട്ട് വാട്ടർ ബാഗ് ഞങ്ങളുടെ ഡോക്ടർ ആൻറ്റിക്ക് വേണ്ടി നീ നാളെ കൊടുക്കണമേ കർത്താവേ, അയക്കണമേ കർത്താവേ. ആ കുഞ്ഞിൻ്റെ പ്രാർത്ഥന നിന്നില്ല. അവരുടെ അനുഭവ സാക്ഷി പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. ആ കുഞ്ഞിങ്ങനെയും കൂടെ പ്രാർത്ഥിച്ചു, നീ ഹോട്ട് വാട്ടർ ബാഗ് ഡോക്ടർ ആൻറ്റിക്ക് അയക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കൊച്ചു പാവയെ എനിക്കും കൂടെ അയക്കണമേ കർത്താവേ. കർത്താവേ, നീ ഡോക്ടർ ആൻറ്റിക്ക് വേണ്ടി ഒരു ഹോട്ട് വാട്ടർ ബാഗ് അയക്കുമ്പോൾ
അതിൻ്റെ കൂടെ ഒരു കൊച്ചു പാവയെ എനിക്ക് കൂടെ അയക്കണമേ. ആ ഡോക്ടർ പറയുന്നത്, പിറ്റേ ദിവസം അവർ ഹോസ്പിറ്റലിലെ രോഗികളെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പാർസൽ വന്നു. അവരോടി ആ പാർസൽ വാങ്ങി. അത് അവരുടെ ഹൃദയത്തിൽ ദൈവാത്മാവ് മന്ത്രിച്ചു. അവരെ അനാഥാലയത്തിലേക്ക് പോയ കുഞ്ഞുങ്ങളെ കൂട്ടി അത് പൊട്ടിച്ചപ്പോൾ 4 മാസം മുമ്പ് ഇംഗ്ലണ്ടിൽ നിന്ന് അയച്ചതായ ഒരു പാർസലാണ്. അതിനകത്തൊരു ഹോട്ട് വാട്ടർ ബാഗ് ഉണ്ട്. അവർ കൈയിട്ട് പരിശോധിച്ചപ്പോൾ അതിൽ ഹോട്ട് വാട്ടർ ബാഗ് മാത്രമല്ല, ഈ അനാഥശാലയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 1ലധികം ടോയ്സ്, പാവകൾ ആ സഭ അതിനകത്ത് അടക്കിയിട്ടാണ് ഈ പാർസൽ അയച്ചിരിക്കുന്നത്. അല്ലേ? ഇത് വിലയേറിയ വിശ്വാസം. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ ഈ വചനോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള എൻ്റെ വിശ്വാസം വിലയേറിയതാണെന്ന് തിരിച്ചറിയുവാനായിട്ട് പത്രോസ് പറയുന്നു, ഇത് ഞങ്ങൾ നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല. 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇത് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ആ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികൾ. അവന്റെ മഹിമ കണ്ട സാക്ഷികളാ ഞങ്ങള്. അവന്റെ മഹിമ ഞങ്ങൾ നേരിട്ട് കണ്ടതാ. അവൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ 12 കൊട്ട നിറച്ചെടുത്തതിൽ ഓരോ കൊട്ട ഞങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുപോയതാ. ഞങ്ങൾ അവന്റെ മഹിമ കണ്ടതാ. ഇന്ന് രാത്രികാലം കർത്താവായ യേശു ക്രിസ്തുവിലുള്ള എൻ്റെ വിശ്വാസം വിലയേറിയതെന്ന് ആര് തിരിച്ചറിയുന്നോ അങ്ങനെയുള്ളവർക്കാണ് അവൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. പിന്നെന്താ നമ്മൾ വായിക്കുന്നത്? 2-ാം വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി. 3-ാം വാക്യം, എവിടെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്? ക്രിസ്തീയ വിശ്വാസം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ താക്കോൽ വാക്യം മറന്നു പോകരുത്. 11-ാം വാക്യമാണ്, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. എങ്ങനെ ചെയ്താൽ? 1, ഇത് വിലയേറിയ വിശ്വാസമെന്ന് തിരിച്ചറിയണം, അതിൽ ഉറക്കണം. 2, അവന്റെ ദിവ്യ ശക്തി. എവിടെയാ ക്രിസ്തീയ വിശ്വാസം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്? ഇൻ ഹിം, അവനിലാണ്. അല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിലാണ് എന്റെയും നിങ്ങളുടെയും വിശ്വാസം അടിസ്ഥാനപ്പെടുവാനായിട്ടിടയായിത്തീരുന്നത്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പൗലോസ് എഴുതി, അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ആമേൻ. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും, അല്ലെങ്കിൽ ദൈവമായിരുന്നവൻ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. അതാ പത്രോസ് ഇവിടെ പറയുന്നത്, അവന്റെ ദിവ്യശക്തി നമ്മ എന്തെല്ലാം നൽകി തരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടിയത്. ഓക്കെ, ഇന്ന് രാത്രികാലം നമുക്കത് ഉറയ്ക്കാനായിട്ടിടയായി തീരട്ടെ. അവന്റെ ദിവ്യശക്തി, അവനിലാ നമ്മൾ വിശ്വസിക്കുന്നത്. ഇൻ ഹിം, ഇൻ ഹിസ് ഡിവൈൻ പവർ, അവനിലാ നമ്മൾ വിശ്വസിക്കുന്നത്. അവന്റെ ദിവ്യശക്തി എന്തെല്ലാം നൽകി തരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായത്. ഓക്കെ, ഇന്ന് രാത്രികാലം ഭാരത്തോടും പ്രയാസത്തോടും കടന്നു വന്നിട്ടുള്ള പലരും ഇവിടെ ഉണ്ടാകും. നിരാശപ്പെടരുത്. രോഗത്താൽ കഷ്ടപ്പെടുന്നതായ ചിലരുണ്ടാകും. ഡോക്ടേഴ്സിനെ കണ്ടിട്ടും മരുന്നുകൾ ഉപയോഗിച്ചിട്ടും പലവിധ പരിശോധനകൾ ചെയ്തിട്ടും യാതൊരു റിസൾട്ടും ഇല്ലാതെ പ്രയാസപ്പെടുന്ന ചിലരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രികാലം എന്നോട് നിങ്ങളോട് സംസാരിക്കാനായിട്ടിടയായിത്തീരുന്നത് അവന്റെ ദിവ്യ ശക്തി നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായത് ഒക്കെയും. ഏതാണോ നിന്നെ ഭാരപ്പെടുത്തുന്നത്, ഏതാണോ നിന്നെ ആകുലപ്പെടുത്തുന്നത്, ഏതിന്റെ മതിയാണോ നീ വിഷമിക്കുന്നത്, ഏതിന്റെ മതിയാണോ നീ ക്ലേശം അനുഭവിപ്പാനായിട്ടിടയായിത്തീരുന്നത്, ഏത് രോഗമാണോ നിനക്ക് സൗഖ്യമാകാതെ ഇന്നും നീ പ്രയാസം അനുഭവിക്കുന്നത്, അവനെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കുമോ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിവ്യശക്തി എൻ്റെ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും നൽകി തരുവാൻ മതിയായതാണെന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നു. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം നമ്മൾ എപ്പോഴും വായിക്കാറുണ്ട്. എന്താണ്? എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് ക്രിസ്തുവേശുവിലും സഭയിലും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. പൗലോസിന്റെ ഒരു പ്രാർത്ഥനയുടെ അവസാന വരികളാണ്.
എന്താ പൗലോസ് പ്രാർത്ഥിക്കുന്നത്? എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഇന്ന് രാത്രികാലം ഒന്ന് വിശ്വസിക്കാൻ സാധിക്കുമോ? ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഞാൻ പ്രാർത്ഥിക്കുന്നതിലും ഞാൻ ചിന്തിക്കുന്നതിലും അപ്പുറമായി എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നവനായ ഒരു കർത്താവുണ്ട്. അവൻ എനിക്ക് വേണ്ടി ഇന്ന് രാത്രികാലം ഇറങ്ങി വന്ന് അവൻ്റെ കൃപ, അവൻ്റെ വിടുതൽ എനിക്ക് നൽകി തന്നിട്ട് മാത്രമേ എന്നെ ഇന്ന് രാത്രികാലം ഇവിടെ നിന്ന് പറഞ്ഞയക്കുകയുള്ളൂ. ആമേൻ. ആർക്കാ ഇത് ലഭിക്കുന്നത്? ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായ നന്മ ആർക്കാ ലഭിക്കുന്നത്? ആ പ്രാർത്ഥനയ്ക്ക് ഇടയ്ക്ക് പൗലോസ് ഇങ്ങനെ പറയുന്നു, എഫേസ്യർ 3:12. ഇത് ആർക്കാ ലഭിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഫേസ്യർ ലേഖനം 3:12 അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ ധൈര്യത്തോടെ അവന്റെ അടുക്കലേക്ക് ചെല്ലുന്നവർക്കാണ് എന്ത് ലഭിക്കുന്നത്? ഈ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായ നന്മ. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാം ആഗ്രഹമുണ്ട്, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായ നന്മ കർത്താവേ നീ എനിക്ക് നൽകി തരണമേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാ. പക്ഷേ 3 എഫേസ്യർ 3:12 പറയുന്നു, ഇത് ആർക്കാ ലഭിക്കുന്നതെന്ന് അറിയാമോ? അവനിൽ ആശ്രയിക്കുന്നവർക്കാ. ആമേൻ. അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ, വിലയേറിയ വിശ്വാസമാണെന്ന് തിരിച്ചറിഞ്ഞ് അവന്റെ വിശ്വാസത്താൽ ധൈര്യത്തോടെ അവന്റെ അടുക്കലേക്ക് ചെല്ലുന്നവർക്കാണ് ഇത് പ്രാപിക്കാനായിട്ട് കഴിയുന്നത്. അവിടെ പറയുന്ന വിശ്വാസം വെറും വിശ്വാസമല്ല, അല്ലേ? പിന്നെയോ ആശ്രയിക്കുന്ന വിശ്വാസമാണ്. വെറും വിശ്വാസവും ആശ്രയിക്കുന്ന വിശ്വാസവും തമ്മിൽ വ്യത്യാസമുണ്ട്. വെറും വിശ്വാസമല്ല, ആശ്രയിക്കുന്ന വിശ്വാസം. അതിനെപ്പോഴും നമ്മൾ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഇന്ന് രാത്രികാലം നമുക്കറിയാവുന്നതാണെങ്കിൽ ഞാനത് പറയട്ടെ. നയാഗ്ര വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെ ഒരു കമ്പി വലിച്ചു കെട്ടി ഒരു സർക്കസ് അഭ്യാസി അതിന് മുകളിൽ ഒരു സൈക്കിൾ എടുത്തു വെച്ച് ആ സൈക്കിൾ ചവിട്ടി അക്കരെ പോയി. അദ്ദേഹം ആ സൈക്കിൾ ചവിട്ടി ആ വെള്ളത്തിൽ വീഴാതെ ഇക്കരെ വന്നു. എല്ലാവരും അദ്ദേഹത്തെ പുകഴ്ത്തി, ബലേബേഷ് എന്ന് പറഞ്ഞു, വണ്ടർഫുൾ എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ പ്രൈസ് ചെയ്യാനായിട്ടിടയായി തീർന്നു. ജനക്കൂട്ടമെല്ലാം അദ്ദേഹത്തെ പുകഴ്ത്തി. അവരുടെ സ്തുതിയും അവരുടെ കോലാഹലവും കേട്ട് കഴിഞ്ഞപ്പോൾ ആ സർക്കസ് അഭ്യാസി ഇങ്ങനെ പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളിൽ ഒരാളെ എൻ്റെ തോളിൽ വെച്ചുകൊണ്ട് ഈ കമ്പിയിലൂടെ സൈക്കിൾ ചവിട്ടി അക്കരെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. എനിക്കതിന് കഴിയുമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, നിനക്കതിന് കഴിയും. നീ ഇത്രയും ചെയ്ത അഭ്യാസം ഞങ്ങൾ കണ്ടതാ, നിനക്കതിന് കഴിയും. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് വന്ന് എൻ്റെ തോളിൽ ഇരിക്കാം. നമുക്കറിയാം ആ കഥ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആരും അദ്ദേഹത്തിൻ്റെ തോളിൽ ഇരിക്കാൻ ധൈര്യപ്പെട്ടില്ല. അല്പം കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു ബാലൻ ഓടി വന്നു. 12 വയസ്സുള്ള ഒരു ബാലൻ ഓടി വന്ന് ചാടി ആ സർക്കസ് അഭ്യാസിയുടെ തോളിൽ കയറിയിരുന്നു. അദ്ദേഹം സൈക്കിൾ എടുത്തു വെച്ച് ആ കമ്പിയിലൂടെ സൈക്കിൾ ചവിട്ടി അക്കരെ പോയി. താഴെ വീഴാതെ ഇക്കരെ കൊണ്ടുവന്നു. എല്ലാവരും അയാളെ വിട്ടിട്ട് ആ ചെറുക്കൻ്റെ ചുറ്റും കൂടി. ഈ ചെറുക്കനോട് ചോദിച്ചു, ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത ധൈര്യം നിനക്ക് എവിടെ നിന്ന് വന്നു? ആ ചെറുക്കൻ പറഞ്ഞ മറുപടി നമുക്കറിയാം, അല്ലേ? ഈ സൈക്കിൾ ഓടിക്കുന്നത് എൻ്റെ അപ്പനാണ്, എൻ്റെ അപ്പച്ചനായി സൈക്കിൾ ഓടിക്കുന്നത്. എനിക്കൊരു വിശ്വാസമുണ്ട്, താഴെ വീഴാതെ എന്നെ അക്കരെ കൊണ്ടുപോകുവാൻ, താഴെ വീഴാതെ എന്നെ ഇക്കരെ കൊണ്ടുവരുവാൻ, അന്ത്യം വരെയും എന്നെ നടത്തുവാൻ. വാർദ്ധക്യമായാലും ചുമക്കാമെന്ന് പറഞ്ഞ, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടിയിരിക്കുമെന്ന് പറഞ്ഞവനാണ് എൻ്റെ സ്വർഗീയ പിതാവ്. അവൻ എന്നെ കേടുകൂടാതെ നടത്തുന്നവനാണ്. അവനിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാ ഇവിടെ ഓർപ്പിക്കുന്നത്, അവൻ്റെ ദിവ്യശക്തി നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായത് ഒക്കെ. ഇന്ന് രാത്രികാലം ഭാരങ്ങളുമായി കടന്നു വന്നിട്ടുള്ളവരുണ്ടോ? രോഗങ്ങളുമായി കടന്നു വന്നിട്ടുള്ളവരുണ്ടോ? ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ, കർത്താവേ ഇത് വിലയേറിയ വിശ്വാസമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. കർത്താവേ, നിനക്ക് കഴിയാത്ത ഒരു കാര്യമില്ല. നിന്റെ ദിവ്യശക്തി എൻ്റെ ജീവനും ഭക്തിക്കും ആവശ്യമായത് എല്ലാം നൽകി തരുന്നതാണെന്ന് ഞാൻ ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നു. 4-ാം വാക്യത്തിലേക്ക് മടങ്ങിപ്പോകാം. 4-ാം വാക്യം, അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിലുള്ള വാഗ്ദത്തങ്ങളെ കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈ വാഗ്ദത്തങ്ങൾ എങ്ങനെയുള്ളതാണ്? അതിമഹത്തായ വാഗ്ദത്തങ്ങൾ, വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങൾ. നമ്മുടെ വിശ്വാസം വിലയേറിയതാണ്. അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നതായ വാഗ്ദത്തങ്ങൾ വിലയേറിയതാണ്. അത് വിലയേറിയ വാഗ്ദത്തങ്ങളാണ്, അതിമഹത്തായ വാഗ്ദത്തങ്ങളാണ്.
എവറക് ആർ സ്ട്രോം എന്ന് പറയുന്ന ദൈവദാസൻ പറയുന്നത് ദൈവവചനത്തിൽ അങ്ങോളം ഇങ്ങോളം 8810 വാഗ്ദത്തങ്ങളുണ്ട് എന്നുള്ളതാണ്. 8810 വാഗ്ദത്തങ്ങൾ ദൈവത്തിന്റെ വചനത്തിലുണ്ട് എന്നാണ് ആ ദൈവദാസൻ പറയുന്നത്. അല്ലേ, ദൈവവചനത്തിൽ എത്ര വാഗ്ദത്തങ്ങളാ! ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടിയിരിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും പുത്രൻ മഹത്വപ്പെടേണ്ടതിന് പിതാവ് നിങ്ങൾക്ക് നൽകിത്തരും. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. എൻ്റെ അടിപ്പിടലുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം വാഗ്ദത്തങ്ങളുണ്ട്. അതിനെ ചേർത്താണ് പത്രോസ് പറയുന്നത് ഇത് അതിമഹത്തായ വാഗ്ദത്തങ്ങളാണ്. ദൈവത്തിന്റെ വചനത്തിൽ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, അവൻ വിശ്വസ്തനായവനാണ്. വിശ്വസിക്കാനായിട്ടിടയായിത്തീരണം. അവൻ വിശ്വസ്തനാണ്. അല്ലേ, റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 19 മുതൽ അബ്രഹാമിനെ കുറിച്ച് പറയുന്നു. അവൻ വാഗ്ദത്തം ചെയ്തത് വിശ്വസ്തൻ എന്ന് ഉറച്ചു എന്നാ കൊടുത്തിരിക്കുന്നത്. ദൈവം തനിക്ക് നൽകിയതായ വാഗ്ദത്തങ്ങൾ അത് നിവർത്തിക്കുവാനായിട്ട് അവൻ വിശ്വസ്തൻ എന്ന് ആരുറച്ചു? അബ്രഹാം ഉറച്ചു. ഇന്ന് രാത്രികാലം നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കാറുണ്ട് വാഗ്ദത്തങ്ങളെ കുറിച്ച്. എന്നാൽ ഈ വാഗ്ദത്തങ്ങൾ വിലയേറിയതാണെന്നും അതിമഹത്തായതാണെന്നും അത് അത്ഭുതങ്ങളെ ചെയ്യുവാൻ മതിയായതാണെന്നും അതെൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നതുമാണെന്ന് ഇന്ന് രാത്രികാലം ഒന്ന് വിശ്വസിക്കാൻ സാധിക്കുമോ? ഭാരതത്തിൽ വന്ന് കർത്താവിന്റെ വേല ചെയ്യുന്നതായ മറ്റൊരു മിഷണറി വനിതയാണ് എമി കാർമൈക്കിൾ. എമി കാർമൈക്കിൾ ഭാരതത്തിൽ വന്ന് കർത്താവിന്റെ വേല ചെയ്തു. തമിഴ്നാട്ടിലെ ഡോണാവൂരിൽ വന്ന് ഒരു അനാഥാലയം തുടങ്ങി. അവിടെ ഏക്കർ കണക്കിന് ഭൂമി അവർ വാങ്ങി അവിടെ ഒരു സുവിശേഷ പ്രസ്ഥാനം തുടങ്ങി. ഇന്നും എമി കാർമൈക്കിളിന്റെ ഓർഫനേജും അതോടൊപ്പം തന്നെ മിഷണറിമാരുടെ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള മിഷണറിമാരുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഹോസ്റ്റലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ഡോണാവൂരിലുണ്ട്. എമി കാർമൈക്കിൾ ഡോണാവൂരിൽ വന്ന കാലം ഒരു കൊച്ച് ഓടിട്ട വീടാണ് വാടകയ്ക്ക് ലഭിച്ചത്. അവരവിടെ താമസിക്കുന്ന സമയത്ത് രാത്രിയിൽ ഒരു ശബ്ദം കേട്ടു. അർദ്ധരാത്രി ഒരു 12-1 മണി സമയത്ത് അവരുടെ ഡ്രോയിങ് റൂമിൽ എന്തോ അനങ്ങുന്ന ശബ്ദം. എമി കാർമൈക്കിൾ എന്ന് പറയുന്ന മിഷണറി വനിത എഴുന്നേറ്റു. അവർ പതുക്കെ ഡോറ് തുറന്ന് അവരുടെ ബെഡ്റൂമിന്റെ വാതിൽ തുറന്ന് ഡ്രോയിങ് റൂമിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ കരിയൊക്കെ വാരി തേച്ച് കണ്ണൊക്കെ മൂടിക്കെട്ടി ഖടാരയൊക്കെ പിടിച്ച് ജംബുലിംഗം എന്ന് പറയുന്ന ഒരു കള്ളൻ അവരുടെ ഡ്രോയിങ് റൂമിൽ നിൽക്കുന്നു. അർദ്ധരാത്രി 12 മണി കഴിഞ്ഞ സമയം. നമ്മളാണെങ്കിൽ എന്ത് ചെയ്തേനെ? അപ്പോഴേ അല്ലേ ഹാർട്ട് അറ്റാക്ക് വന്ന് ബോധം പോയേനെ. എമി കാർമൈക്കിൾ ജംബുലിംഗത്തെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ജംബുലിംഗത്തോട് ചോദിച്ചു, മോനെന്തിനാ ഈ ഓടളക്കി ഇത്രയും കഷ്ടപ്പെട്ടത്? വാതിൽ തട്ടിയിരുന്നെങ്കിൽ ഞാൻ തുറന്നു തരുമായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ കണ്ടിട്ട് ആരും ഭയപ്പെടാതിരിക്കുന്നത്, ഇങ്ങനെ പ്രതികരിക്കുന്നത്. അദ്ദേഹം അവിടെ മുഴങ്കാൽ മടക്കി മാനസാന്തരപ്പെട്ട് അവിടെ നിന്ന് പോയി എന്ന് എമി കാർമൈക്കിളിന്റെ സാക്ഷ്യം പറയുന്നു. എന്താ ഈ ധൈര്യത്തിന് കാരണമെന്നറിയാമോ? അവന്റെ വാഗ്ദത്തങ്ങളൊക്കെയും പത്രോസ് പറയുന്നു അല്ലേ, അതിമഹത്തായും വിലയേറിയതും അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. കർത്താവ് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ വിലയേറിയതാണെന്ന് ആ മിഷണറി വനിതയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് അവർക്ക് സധൈര്യം അദ്ദേഹത്തെ നേരിടുവാനായിട്ട് സാധിച്ചത്. ഇന്ന് രാത്രികാലം എനിക്ക് നിങ്ങൾക്കും ആ ഒരു ധൈര്യമുണ്ടോ? ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് മതിയായവനാണ്. അത്ഭുതങ്ങൾ ചെയ്യുവാൻ മതിയായവനാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനായ കർത്താവാണ്. 3 കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെയുള്ളവർക്കാണ്? ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. എങ്ങനെ ചെയ്താൽ? 1, ഇത് വിലയേറിയ വിശ്വാസമെന്ന് തിരിച്ചറിയണം. 2, അവനിലാണ് വിശ്വസിക്കുന്നത്. അവന്റെ ദിവ്യശക്തി നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നു എന്ന് വിശ്വസിക്കണം. 3, അവന്റെ വാഗ്ദത്തങ്ങൾ വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങളാണ്. 4-മത്തെ എന്താ പറയുന്നത്? ആ 4-ാം വാക്യത്തിന്റെ തന്നെ മധ്യഭാഗം വായിച്ചേ. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ
മോഹത്താലുള്ള നാശം വിട്ട് ഒഴിഞ്ഞ്. ഇത്രയും നേരം നമ്മുടെ വിശ്വാസത്തെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ ഇനി നമ്മുടെ ജീവിതത്തെ കുറിച്ചാണ് പത്രോസ് പറയുന്നത്. എങ്ങനെയുള്ളവർക്കാണ് അവന്റെ നിത്യരാജ്യത്തിൽ പ്രവേശിപ്പാനായിട്ട് സാധിക്കുന്നത്? ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ട് ഒഴിഞ്ഞ്. എന്തിനു വേണ്ടിയാ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ലോകത്തിന്റെ മോഹങ്ങളെല്ലാം നമ്മെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഈ ലോകത്തിനെ പുറകെ ഓടിയാൽ ഈ ലോകം തരുന്നതായ മോഹങ്ങൾ, ഈ ലോകം തരുന്നതായ ഇമ്പങ്ങൾ, ഈ കണ്ണിന് കുളിർമ പകരുന്നതായ കാര്യങ്ങൾ പലതിനെയും ആശ്രയിക്കുന്ന പലരും എന്നെ കേൾക്കുന്നുണ്ടാകാം. ഈ ലോകത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ വചനം പറയുന്നത് ഈ ലോകത്തിന്റെ മോഹങ്ങളെല്ലാം അത് നമ്മെ നിത്യനാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. നയാഗ്ര നദിയിലൂടെ ഒരു ചത്ത കാട്ടുപോത്തിന്റെ ജഡം ഇങ്ങനെ ഒഴുകി വരുന്നു. ഒരു മനുഷ്യൻ ആ നദിയുടെ തീരത്ത് നിന്ന് നോക്കിയപ്പോൾ എന്നോ ഫോറസ്റ്റിൽ ചത്തു കിടന്നതായ ഒരു കാട്ടുപോത്തിന്റെ ജഡം നയാഗ്ര നദിയിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്ന കാഴ്ച അദ്ദേഹം കണ്ടു. അദ്ദേഹം ആ ജഡത്തെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ ജഡത്തിന് മുകളിൽ ഒരു വൾച്ചർ, ഒരു കഴുകൻ, ഒരു ഈഗിൾ, അതിന്റെ കൂർത്ത നഖങ്ങളൊക്കെ ആ ജഡശരീരത്തിന്മേൽ പിടിച്ച് ഇരുന്ന് ആ അഴുകിയ മാംസം ഇങ്ങനെ കൊത്തി തിന്നുകൊണ്ടിരിക്കുക. പെട്ടെന്നാണ് വെള്ളച്ചാട്ടം വന്നത്. ഈ കാട്ടുപോത്തിന്റെ ജഡം ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ശക്തമായിട്ട് പതിച്ചു. അതിന്റെ മുകളിലിരുന്ന ജീവനുള്ള കഴുകൻ പറന്നുയരാനായിട്ട് നോക്കി. പക്ഷേ അതിന്റെ വിരലുകളും നഖങ്ങളുമെല്ലാം അതിന്റെ മാംസത്തിനും എല്ലിനും ഇടയിൽ പറ്റിപ്പിടിച്ചിരുന്നത് കൊണ്ട് അതിന് പറന്നുയരാൻ സാധിച്ചില്ല. അത് ആ വെള്ളച്ചാട്ടത്തിലേക്ക് പതിച്ച് അതും ചത്തുപോകാനായിട്ടിടയായി തീർന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ട് ഒഴിഞ്ഞു. ഈ ലോകത്തിന്റെ മോഹങ്ങളെല്ലാം നമ്മെ നിത്യനാശത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതായതുകൊണ്ട് പിന്നെ എന്തിനാ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്? ആ 4-ാം വാക്യം വീണ്ടും പറയുന്നു, വിട്ടൊഴിഞ്ഞ് പിന്നെ നമ്മൾ ആരായിത്തീരണം? അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ. അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ വേണ്ടിയാണ് കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. ആമേൻ. പാർട്ടേക്കേഴ്സ് ഓഫ് ഹിസ് ഡിവൈൻ നേച്ചർ. അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുന്നവർക്കാണ് അവന്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് രാത്രികാലം ഈ വചനോത്സവത്തിൽ വെച്ച് കർത്താവേ, ഇത് വിലയേറിയ വിശ്വാസമാണ്. നിന്റെ ദിവ്യശക്തി ഞങ്ങളുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം നൽകി തരുന്നതാണ്. നിന്റെ വാഗ്ദത്തങ്ങളെല്ലാം വിലയേറിയതും അതിമഹത്വമായതാണ്. ഈ ലോകത്തിന്റെ മോഹങ്ങൾ അത് മനുഷ്യനെ നിത്യനാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. 4 നമ്മളവിടെ കണ്ടു അല്ലേ? ഇവയാൽ നിങ്ങൾ ലോകത്തിന് മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് അവന്റെ ദിവ്യ സ്വഭാവത്തോട് കൂട്ടാളികളായിത്തീരും. അവനെ പോലെയാകുവാൻ കർത്താവിനെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. നമ്മൾ പാടാറുണ്ട്, യേശുവേ നിന്റെ രൂപമീ എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെ നിന്നെ പോലെയാക്കണം മുഴുവൻ. ആരെഴുതിയ പാട്ടാന്നറിയാമോ? നമുക്കെല്ലാം അറിയാം അല്ലേ? കുന്നംകുളംകാർക്ക് പ്രത്യേകിച്ച് പരിചയമുള്ള ആളായിരിക്കണം. വി നാഗൽ. ജർമ്മനിയിൽ നിന്ന് കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഇറങ്ങിത്തിരിച്ചതായ വോൾബ്രൈറ്റ് നാഗൽ ഈ കുന്നംകുളം പ്രദേശത്തും തൃശ്ശൂര് ആ ഭാഗങ്ങളിലും നോർത്ത് പറവൂർ, വടക്കൻ പറവൂർ ഭാഗങ്ങളിലുമെല്ലാം അതിശക്തമായി ആ വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ വേല ചെയ്തതാണ് വോൾബ്രൈറ്റ് നാഗൽ. ഏകദേശം 70-ലധികം മലയാള ഗാനങ്ങൾ മലയാളത്തിൽ എഴുതിയ മനുഷ്യനാണ് വി നാഗൽ. നമ്മൾ പാടുന്ന സമയാമരഥത്തിൽ ഉൾപ്പെടെ ഈ പാട്ടുകളെല്ലാം എഴുതിയത് വി നാഗൽ എന്ന് പറയുന്ന നാഗൽ സാഹിബാണ്. അദ്ദേഹം എഴുതുകയാണ്, യേശുവേ നിന്റെ രൂപമീ എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെ നിന്നെ പോലെയാക്കണം മുഴുവൻ. ചില വർഷങ്ങൾക്ക് മുമ്പ് എവറി ഹോം ക്രൂസേഡിൽ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഞങ്ങളെ 6 മിഷണറിമാരെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് കോട്ടയത്ത് നിന്ന് ഒരു മെറ്റഡോർ വാനിൽ നോർത്ത് പറവൂരിലേക്ക് അയച്ചു. അപ്പം ഞങ്ങളുടെ ഓഫീസ് മാനേജർ KC ജോസഫ് സാർ അതിനകത്ത് ഇരിപ്പുണ്ട്. കുറേ വാൻ കോട്ടയം വിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഒരാകാംക്ഷ കൊണ്ട് ഞാൻ ഞങ്ങളുടെ സാറിനോട്, മാനേജർ സാറിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് പറവൂർ ചെല്ലുമ്പോൾ, നോർത്ത് പറവൂർ, ഇവിടെയുള്ള വടക്കൻ പറവൂർ ചെല്ലുമ്പോൾ എവിടെയാണ് താമസിക്കാൻ ക്രമീകരണം? അദ്ദേഹം പറഞ്ഞു, നാഗൽ സാഹിബിൻ്റെ
ബംഗ്ലാവിലാണ് താമസിക്കുന്നത്. എനിക്ക് വലിയ സന്തോഷമായി. സായിപ്പിൻ്റെ ബംഗ്ലാവ് ഇതുവരെയും താമസിച്ചിട്ടില്ലല്ലോ. സായിപ്പിൻ്റെ ബംഗ്ലാവിൽ താമസിക്കാനുള്ള ആ സൗകര്യമൊക്കെ ഞാനിങ്ങനെ സ്വപ്നം കണ്ട് ആ മെറ്റഡോർ വാനിൻ്റെ വിൻഡോ സൈഡിലിരുന്ന് ഉറങ്ങിപ്പോയി. കുറേ കഴിഞ്ഞപ്പോൾ വാൻ വടക്കൻ പറവൂരിൽ ഒരു ബ്രദറിൻ അസംബ്ലി ഹാളുണ്ട്, ആ മുനിസിപ്പൽ ഓഫീസിനോട് ചേർന്ന് ആ കോമ്പൗണ്ടിലേക്ക് ഈ വാൻ പ്രവേശിച്ചു. അവിടെ മനോഹരമായ ഒരു സഭാ ഹാൾ, വടക്കൻ പറവൂർ ബ്രദറിൻ അസംബ്ലി എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചു അതായിരിക്കാം സായിപ്പിൻ്റെ ബംഗ്ലാവ്. അപ്പോൾ ഒരു മനുഷ്യൻ ഓടി വന്നു. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ഇതല്ല, ഈ കോമ്പൗണ്ടിൽ തന്നെ ഒരു കൊച്ച് വിറകുപുരയ്ക്ക്, നമ്മുടെ വിറകുപുരയ്ക്ക് തുല്യമായ 2 ഇടുങ്ങിയ മുറിയും ഒരു കൊച്ചടുക്കളയും ഉള്ളതായ ഒരു കെട്ടിടം. ഞങ്ങളെ അദ്ദേഹം അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അതിൻ്റെ ഓടുകളെല്ലാം പൊളിഞ്ഞിരിപ്പുണ്ട്. മുകളിലൂടെ പറക്കുന്ന കാക്കയൊക്കെ നമുക്ക് താഴെ നിന്നാൽ കാണാൻ സാധിക്കും. സായിപ്പ് താമസിച്ചത് കൊണ്ട് അതിനെ ആളുകൾ സായിപ്പിൻ്റെ ബംഗ്ലാവ് എന്ന് വിളിച്ചു എന്നേ ഉള്ളൂ. അവിടെ കിടന്നുകൊണ്ടായിരിക്കാം കർത്താവിൻ്റെ ദാസൻ എഴുതിയത്, യേശുവേ നിന്റെ രൂപം ഈ എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെ നിന്നെ പോലെയാക്കണം മുഴുവനായി. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് താല്പര്യമുണ്ട്? എനിക്ക് യേശുവിൻ്റെ പൈതലായി തീരണം, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ രൂപത്തോട് സാദൃശ്യമുള്ളവനായി തീരണം. ഇവിടെ പത്രോസ് പറയുകയാണ്, ആർക്കാണ് അവൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതെന്ന് അറിയാമോ? ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നവർക്ക്, പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഡിവൈൻ നേച്ചർ, അവൻ്റെ ആ സ്വഭാവത്തിന് അനുരൂപരായി തീരുവാൻ. സമയം പോയതുകൊണ്ട് ഞാൻ ബാക്കി വായിച്ചു വിടാം. അതുനിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്. ക്രിസ്തീയ ജീവിതം ഉത്സാഹികൾക്കുള്ളതാണ്. ക്രിസ്തീയ ജീവിതം മടിയന്മാർക്കുള്ളതല്ല, ഉത്സാഹികൾക്കുള്ളതാണ്. നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. അല്ലേ ദൈവത്തിൻ്റെ വചനം പറയുക. അവൻ്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധ്യമായി തീരണമെങ്കിൽ ഇത് വിലയേറിയ വിശ്വാസമെന്ന് തിരിച്ചറിയണം. വിശ്വാസം വലിയതാണ്, അത് വീര്യമുള്ളതായിരിക്കണം, അത് പരിജ്ഞാനമുള്ളതായിരിക്കണം, അത് ഇന്ദ്രിയജയമുള്ളതായിരിക്കണം, അത് സ്ഥിരതയുള്ളതായിരിക്കണം, അത് ഭക്തിയോടുകൂടിയതായിരിക്കണം, അത് സഹോദരനെ സ്നേഹിക്കുവാൻ സാധിക്കുന്നതായിരിക്കണം. നമ്മുടെ മതിൽക്കെട്ടിന് വെളിയിലേക്ക് സ്നേഹം പോകണം. അല്ലേ, അതാ താഴെ പറയുന്നത്. ഞാൻ മുന്നോട്ട് പോകട്ടെ, വളരെ വേഗത്തിൽ അവസാനിപ്പിക്കുന്നു. 7-ാം വാക്യത്തിൽ സഹോദര പ്രീതിയും സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കയില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും. ഇതില്ലാത്തവർ, ഇത് വിലയേറിയ വിശ്വാസമാണെന്ന് തിരിച്ചറിയാത്തവർ, സഹോദര പ്രീതിയും സ്നേഹവും ഇല്ലാത്തവരെ കുറിച്ച് പറയുകയാണ്. അവരെങ്ങനെയുള്ളവരാണ്? അവർ ഷോർട്ട് സൈറ്റഡ് ആണ്, ഹ്രസ്വദൃഷ്ടിയുള്ളവന്. ഹ്രസ്വദൃഷ്ടിയുടെ പ്രത്യേകത എന്താണ്? ഷോർട്ട് സൈറ്റിന്റെ പ്രത്യേകത, അടുത്തുള്ളതെല്ലാം കാണാം, അകലെയുള്ളത് കാണാൻ സാധിക്കില്ല. അല്ലേ, നമ്മുടെ ഭാര്യയെ മക്കളെയും നമുക്ക് കാണാം, നമ്മുടെ മതിൽക്കെട്ടിനപ്പുറമുള്ള അയൽവാസിയെ കാണാൻ സാധിക്കുന്നില്ല. അതാണ് ഹ്രസ്വദൃഷ്ടിയുടെ, ഷോർട്ട് സൈറ്റിന്റെ പ്രത്യേകത. കർത്താവിനെ കൂടാതെ നശിക്കുന്ന അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടല്ലോ, ഞാൻ അതുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുന്നില്ല. നമ്മുടെ മതിൽക്കെട്ടിന് വെളിയിലേക്ക് കാണാനായിട്ട് സാധിക്കണം. കർത്താവിനെ കൂടാതെ നശിക്കുന്ന അനേകർ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ അവരെ കാണുവാൻ, അവരെക്കുറിച്ച് മനസ്സലിയുവാനായിട്ട് ഇടയായി തീരുന്നിടത്താണ് ആ ദൈവത്തിൻ്റെ കൃപ വ്യാപരിപ്പാനായിട്ട് ഇടയായി തീരുന്നത്. ആമേൻ. അവയില്ലാത്തവനോ കുരുടനത്രേ, ഹ്രസ്വദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കും. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ വചനം നമ്മോട് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളി, നിങ്ങൾ എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു? ഇന്ന് രാത്രികാലം നമ്മളെ വിളിച്ചത് ഇത് വിലയേറിയ വിശ്വാസം തിരിച്ചറിയുവാൻ, അവനിൽ ആശ്രയിക്കുവാൻ, അവൻ്റെ ദിവ്യശക്തിയിൽ ആശ്രയിക്കുവാൻ, അവൻ്റെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാനാണ്. ലോകത്തിൻ മോഹത്തെ ഉപേക്ഷിച്ച് അവൻ്റെ ദിവ്യ സ്വഭാവത്തോട് കൂട്ടാളികളായി തീരുവാൻ. അതോടൊപ്പം തന്നെ നമ്മെ മാത്രം കണ്ടാൽ പോരാ, ഭാരതത്തിൽ അനേകര് കർത്താവിനെ കൂടാതെ നശിക്കുന്നു. ആന്ധ്രയിലും തെലുങ്കാനയിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഒറീസയിലും ബീഹാറിലും കുന്നംകുളത്തും അനേകര് കർത്താവിനെ കൂടാതെ നശിക്കുന്നു. അവരെ മറന്നു പോകരുത്, അവരെ കാണണം,
അവരെ അറിയണം. നമ്മൾ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതോടൊപ്പം തന്നെ മറ്റനേകർ നമ്മോടുകൂടെ കർത്താവിൻ്റെ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നവരായിത്തീരുവാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഏറ്റെടുക്കുവാൻ, അനുസരിക്കുവാൻ ഇന്ന് രാത്രികാലം കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സമയം തന്ന പെരിയൽ മിഷൻ്റെ എല്ലാ ഭാരവാഹികളോടുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ബ്ലെസ്ഡ് ആയിട്ടൊരു മെസ്സേജ് ആയിരുന്നു.